അത് അറബ് ലോകത്തുള്ളവർക്ക് മാത്രമാണ് പ്രശ്നമുള്ളത്. അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളായ സംഘികൾക്ക് മാത്രമാണ് ഇപ്പോൾ അവിടെ നിയമ നടപടിയുള്ളൂ. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ ഇതൊന്നുമില്ല. അതിനാൽ ഞങ്ങൾ പറയുമെന്ന് വിചാരിക്കുന്ന പ്രിയ സംഘികളെ ആദ്യമേ സൂചിപ്പിക്കട്ടെ, പറയാൻ പറ്റില്ല, പറയാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. അറബ് ലോകം മാത്രമല്ല, മറിച്ച് ഇംഗ്ലീഷുകാരും നിങ്ങൾക്കെതിരെ പടപൊരുതാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോയുടെ നാടാണ്. ആ നാട്ടില് ഒരു കളിയും നടക്കില്ല മോനെ. കാരണം മൂപ്പര് നിങ്ങളെയൊക്കെ കലക്കി കുടിച്ചു വന്നിട്ടുള്ള മനുഷ്യനാണ്. ലോകത്തെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ നാടായിട്ടുള്ള രാജ്യമായിട്ടുള്ള കാനഡയിൽ അതൊന്നും നടക്കില്ല. പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ വംശജനായിട്ടുള്ള രവി ഹൂഡ എന്ന് പറയുന്ന ഒരാൾ കാനഡയിൽ വർഗീയ വിഷം ചീന്തി. മുസ്ലിങ്ങൾക്കെതിരെയാണ് അദ്ദേഹം പരാമർശവുമായി സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്നത്. അതായത് ടൊറന്റോ മേഖലയിൽ ഈ മുസ്ലിങ്ങളുടെ നമസ്കാര സമയത്ത് അവർക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാനുള്ള ഒരു അനുവാദം ടൊറന്റോ മേഖലയിലുള്ള അധികാരികൾ നൽകി. ഈ വിവരം അറിഞ്ഞ അവിടെയുള്ള ഇന്ത്യൻ വംശജനായിട്ടുള്ള സംഘി രവി ഹൂഡ ഒരു കാര്യം ചെയ്തു. എന്തായാലും ഒന്ന് പ്രതികരിച്ചേക്കാം എന്ന് പറഞ്ഞ് വളരെ വിദ്വേഷമായ രീതിയിൽ തന്നെ ഒരു പ്രചരണം നവമാധ്യമങ്ങളിൽ അഴിച്ചുവിട്ടു. എന്തിനാണ് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത്? നാളെ അവർ തലയിൽ കയറി ചവിട്ടും എന്നുള്ളതാണ് ആ വിദ്വേഷ പ്രചരണത്തിന്റെ ചുരുക്കം. എന്തായാലും ആ പ്രചരണം ഉടൻ തന്നെ ടൊറന്റോയിലെ അധികാരികൾ കാണുകയും ഉടൻ തന്നെ നടപടികളുമായി രംഗത്ത് വരികയും ചെയ്തു. എന്താണ് ഈ രവി ഹൂഡാക്ക് കിട്ടിയ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിയിരുന്ന ഇദ്ദേഹം ജോലി ചെയ്ത പ്രമുഖമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ടുള്ള റീമാക്സ് ഇദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഒപ്പം അവിടെയുള്ള ഒരു പ്രശസ്തമായ സ്കൂളാണ് പീൽ സ്കൂൾ. ആ സ്കൂളിലെ സ്കൂൾ കൗൺസിൽ ചെയർമാനും കൂടിയാണ് ഈ പറയുന്ന രവി ഹൂഡ. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ സ്കൂൾ അധികൃതർ ആ സ്ഥാനത്ത് നിന്നും ഇന്ത്യൻ വംശജനായിട്ടുള്ള രവി ഹൂഡയെ പുറത്താക്കി എന്ന് മാത്രമല്ല, തക്കതായിട്ടുള്ള താക്കീതുമായി ട്വിറ്ററിൽ കടന്നു വരികയും ചെയ്തു. തുടർന്ന് പ്രിൻസിപ്പൽ ഇയാൾക്കെതിരെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ജോലിയും നഷ്ടപ്പെട്ടു, ഒപ്പം ആകെ കഷ്ടതയിലാവുകയും ചെയ്തു. തുടർന്ന് ഇയാൾ ഒരു പോസ്റ്റുമായി ട്വിറ്ററിലൂടെ കടന്നു വരികയും ചെയ്തു. അതായത് ഒരു ട്വീറ്റ് ചെയ്തു. ആ ട്വീറ്റിൽ പറയുന്നത്, എനിക്കറിയാതെ പറ്റിപ്പോയതാണ്, ഇനി ഞാൻ ആവർത്തിക്കുകയില്ല, എൻ്റെ ട്വീറ്റിന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ് എന്ന് ഇയാൾ വിശദീകരണവുമായി വന്നപ്പോൾ, അല്ല, നിങ്ങളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞതെന്ന് പലരും ആ ട്വീറ്റിനതായ കമന്റ് രേഖപ്പെടുത്തുകയും മാപ്പപേക്ഷിച്ചിട്ടും ഹൂഡയ്ക്ക് രക്ഷയില്ല എന്നറിഞ്ഞപ്പോൾ പലരുടെയും കാലു പിടിക്കാനാണ് ഇയാൾ ഇപ്പോൾ ശ്രമിക്കുന്നുള്ളത്. അതായത് സംഘികളെ ഒരു കാര്യം എടുത്തു പറയാം, അറബ് ലോകത്ത് നിന്ന് പടർന്ന ആ തീക്കാറ്റ് ഇന്ന് ഇംഗ്ലീഷുകാരും ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമാണ് നിങ്ങൾക്ക് വിദ്വേഷ പ്രചരണം നടത്താൻ അനുവാദമുള്ളൂ. കാരണം നിങ്ങളാണ് ഇവിടെ ഭരിക്കുന്നുള്ളത്. മറിച്ച് മറ്റുള്ള രാജ്യങ്ങളൊക്കെ പുതിയ കാലത്ത് മതേതരത്വ മുഖവുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഇതുപോലെയുള്ള വിദ്വേഷ പ്രചരണം നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. എന്തായാലും ജസ്റ്റിൻ ട്രൂഡോയുടെ നാട്ടിൽ നിങ്ങളുടെ ഒരു കളിയും നടക്കില്ല എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Time.